അമ്മു ബ്ലോഗ് 25ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ നനച്ചുള്ളി നോമ്പിന്റെ ജോലികളിലെ മൂന്നാമത്തേതായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ 2 ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് നനച്ചുള്ളി എന്നുള്ളൊരു 2 വീഡിയോസ് ഉണ്ട്. കാണാത്തവരാണെങ്കിൽ കാണണം. ഇത് മൂന്നാമത്തെയാണ്, ഫൈനൽ വീഡിയോ ആണ് കേട്ടോ. ഫൈനൽ പാർട്ടാണ്. പിന്നെ ഇതിൽ നമ്മൾ തുണികളൊക്കെ അലക്കാൻ തന്നെ ഒരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് വലിയ ജോലി തന്നെയാണ്. കാരണം വീട്ടിലെ തൂക്കലും തുടക്കലും കഴുകലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുണികളൊക്കെ അലക്കാനുള്ളത് കൊണ്ട് വരിക അല്ലേ. പിന്നെ എല്ലാവരും വീട്ടിൽ നിന്നാണ് അധികം ആൾക്കാരൊക്കെ തുണിയൊക്കെ അലക്കും. പക്ഷെ നമുക്ക് അങ്ങനെ സൗകര്യം ഉണ്ടായതുകൊണ്ടാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു കുറച്ചേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കൊണ്ട് സ്കൂട്ടിമേലാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് എത്താവുന്നതേ ഉള്ളൂ കേട്ടോ കുളത്തിലേക്ക്. പിന്നെ നടന്നിട്ടാണെങ്കിൽ അധികം ആരും കാണാത്തൊരു കാട് വഴിയുണ്ട്, കാടിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. വന്നാലൊരു 10-15 മിനിറ്റ് നടക്കാനുള്ള സമയമുള്ളൂ. ഞങ്ങൾ ആദ്യമൊക്കെ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ വണ്ടി പെട്ടെന്ന് വന്നതാണ് അങ്ങനെ. ഇതിന്റെ മുന്നേ ഇന്ന് കുറച്ച് തുണികളാണ് നനക്കാനുള്ളത്. ഇതിന്റെ മുൻപത്തെ ദിവസം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെയാണ് വന്നത്. 4-5 ആള് നാത്തൂന്മാരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് വന്നത്. അന്ന് മമ്മൂനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവനെ കുറച്ച് നേരം നീന്തിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ചുള്ളൂ, ബാക്കിയുള്ള തുണികളും കൂടെ ഉണ്ട്. പെട്ടെന്ന് വൈകുന്നേരം ആവാറായി, അസ്റിന്റെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വന്നത്. വന്ന് തുണി അലക്കാനും പിന്നെ സ്കൂട്ടിമേലാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് കുറച്ചുള്ളൂ, പെട്ടെന്ന് തീർക്കാവുന്നതുള്ളൂ. വലിയ കുളമാണ് കേട്ടോ, വലിയ കുളമാണ്. പിന്നെ നീന്തൽ കുളം കൂടെയാണ്. ഇവിടെ തന്നെ കുട്ടികൾക്കൊക്കെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. വെക്കേഷനിലൊക്കെ നീന്തൽ പഠിക്കണ ഒരു സമയമുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോറിയാണുള്ളത്. ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കോറിയിലാണ് തുണികളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തുണി അലക്കാന്ന് പറഞ്ഞത് വലിയൊരു ജോലിയാണ്. കാരണം ഒരുപാട് വെള്ളം വേണം, പിന്നെ ഒരുപാട് സമയം വേണം. കാരണം അത് ശീലമാവാത്തത് കൊണ്ടാണ് ഒന്നാമത്. മുന്നേ തന്നെ അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ കോറി ഉണ്ട്, പക്ഷെ അതിൽ ഒക്കെ ആരും ഉപയോഗിക്കാതെ വെള്ളം അങ്ങനെ കേടുവന്നിട്ട് കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ കോറിലേക്ക് പോകാത്തത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കുളത്തിലേക്ക് നമ്മൾ എപ്പോഴൊന്നും വരാറില്ല. ഈ നോമ്പിന്റെ തുണികൾ കഴുകേണ്ട സമയത്ത് മാത്രമാണ് കേട്ടോ വരുള്ളൂ കുളത്തിലേക്ക്, ഒരു വർഷത്തിലൊരു പ്രാവശ്യം. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുമല്ലോ, ആ സമയത്തും അതൊരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് തുണികളൊക്കെ എടുത്തിട്ട് എന്തായാലും കുളത്ത് പോവാന്ന് പറഞ്ഞിട്ട് പിള്ളേരൊക്കെ കൂട്ടി എല്ലാവരും കൂടെ നടന്നിട്ടാണ് വരിക. അത് ഭയങ്കര രസമാണ് വരുന്നത്. ആദ്യം നടന്ന് വരുമ്പോൾ കുറെ മാങ്ങയും പേരക്കൊക്കെ പൊട്ടിച്ച് തിന്നിട്ടൊക്കെ മെല്ലെ അതിന് വേണ്ടിയിട്ട് മെല്ലെ വരുന്നതാണ് അങ്ങനെ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ നോമ്പിന്റെ ഈ തുണികൾ കഴുകലിന് മാത്രമാണ് കുളത്തിൽ വരിക കേട്ടോ. കുളത്തിൽ വന്നാൽ എന്താണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കഴിയും. വീട്ടിൽ നിന്നാകുമ്പോൾ ഒരുപാട് സമയം വേണം, ഒരുപാട് വെള്ളം വേണം, പിന്നെ ഭയങ്കര ജോലി ഭാരം തോന്നും. പക്ഷെ കുളത്തിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ജോലി തീരും. വീടിന്റെ പരിസരത്ത് തന്നെ ഇത്രയും തോന്നെ കുളങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ നാട്ടിലെ എല്ലാവർക്കും നീന്തൽ അറിയുന്നവരാണ്. ഏത് ചെറിയ കുട്ടികൾ, ഞാനൊക്കെ നീന്തൽ പഠിച്ചത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ബുദ്ധി വെച്ച സമയത്ത് തന്നെ ഞാൻ നീന്തണതാണ്. പിന്നെ ഒരു വയസ്സ് 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ തന്നെ പിന്നെ വല്യമ്മയൊക്കെ കൊണ്ടുപോയി നീന്തൽ പഠിപ്പിച്ചെടുക്കും. അതെല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. ഈ ജനറേഷനിൽ ഇപ്പൊ ഇങ്ങനെ ഒരു കുളം ഉണ്ടാവുകൊണ്ട് ഇവിടെ എപ്പോഴും നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ നീന്തലൊന്നും അറിയില്ല. അങ്ങനെ ഞാനും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് നീന്തി നോക്കാന്ന് വിചാരിച്ച് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയതാണ് കേട്ടോ. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകൾ അറിയിക്കാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പ്രാവശ്യത്തെ നോമ്പിൻ്റെ വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.